കല്യാണ ദിവസം വീടിന് സമീപത്തെ ലൈബ്രറിയിലേക്ക് 100 പുസ്തകങ്ങൾ സംഭാവനയായി നൽകി നവദമ്പതികൾ. കൊട്ടാരക്കര ആറ്റുവാശ്ശേരിയിലെ വിശാഖും ആര്യയുമാണ് വിവാഹ ദിവസം മാതൃകാ പ്രവർത്തനം നടത്തിയത്. ഇരുവരും വായിച്ചു തീർത്ത പുസ്തകങ്ങളായിരുന്നു ലൈബ്രറിക്കായി സമ്മാനിച്ചത്. വിവാഹം കഴിഞ്ഞ് വധൂവരന്മാർ നേരെ വീട്ടിലേക്കാണ് പോവാറുള്ളത്. എന്നാൽ വിശാഖും ആര്യയും എത്തിയതാകട്ടെ വീടിന് സമീപത്തെ ലൈബ്രറിയിൽ. വിവാഹത്തിന് മുൻപ് ഇരുവരും വായിച്ചു തീർത്ത പുസ്തകങ്ങൾ ലൈബ്രറിക്ക് സമ്മാനമായി നൽകിയതിനു ശേഷമായിരുന്നു ഇവർ വീട്ടിലേക്ക് പോയത്. ആറ്റുവാശ്ശേരി AP രാമകൃഷ്ണൻ പബ്ലിക് ലൈബ്രറിയുടെ സെക്രട്ടറി കൂടിയാണ് വിശാഖ്. വൈകുന്നേരങ്ങളിൽ എൻ്റെ എല്ലാ സമയവും ചെലവഴിക്കുന്നത് ഞങ്ങൾ തുളസീധരൻപിള്ള സാറ്, രാമേന്ദ്രൻപിള്ള സാറ്, അനന്ത് മോഹൻ, ഹരികൃഷ്ണൻ, സൂരജ് ഇവരോടൊക്കെയാണ്. അപ്പം അറിയാം, എൻ്റെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ എപ്പോഴും ഷെയർ ചെയ്യുന്നതെല്ലാം ഇവിടെ വന്നിട്ടാണ്. അതുകൊണ്ട് എപ്പോഴും സപ്പോർട്ടാണ്. ലൈബ്രറിയുടെ എല്ലാ പ്രവർത്തനങ്ങളും സപ്പോർട്ടാണ്. നേരത്തെ പറഞ്ഞിട്ടില്ല, ഇത് ഞങ്ങൾ രണ്ടുപേരും മാത്രം എടുത്ത തീരുമാനമായിരുന്നു. വായനയെയും ലൈബ്രറിയെയും വളർത്തുക എന്ന സന്ദേശം നൽകാനായതിന്റെ സന്തോഷത്തിലാണ് അദ്ദേഹം. വിശാഖിന് നോവലുകളും രാഖിക്ക് ജീവചരിത്രങ്ങളുമാണ് പ്രിയം. ചെറുപ്പം മുതലേയുള്ള പുസ്തക വായനയാണ് BEd പഠനത്തിനും ഗുണകരമായതെന്നാണ് രാഖി പറയുന്നത്. തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഇങ്ങനെയൊരു കാര്യം ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും രാഖി പറഞ്ഞു. എനിക്ക് കുട്ടിക്കാലത്ത് തന്നെ വായിക്കാൻ ഇഷ്ടമായിരുന്നു. അച്ഛൻ ലൈബ്രറി, ഞങ്ങളുടെ വീടിനടുത്ത് ലൈബ്രറി ഉണ്ട്. അപ്പോൾ ആ ലൈബ്രറിയിൽ നിന്നൊക്കെ ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്തുകൊണ്ട് വരുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ പുസ്തകങ്ങൾ വായിക്കാനൊന്നും അധികം സമയം കിട്ടിയിരുന്നില്ല. പിന്നെ കൊറോണ സമയമൊക്കെ ആയപ്പം ഓൺലൈനായിട്ട് ടെക്സ്റ്റുകൾ വീട്ടിൽ വരുത്താനായിട്ട് തുടങ്ങി. അങ്ങനെ വായിച്ച് ഒരുപാട് ടെക്സ്റ്റുകൾ വായിച്ചിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ ആദ്യത്തെ യാത്ര ലൈബ്രറിയിലേക്ക്. അതെ, ആ ഒരു അനുഭവം പറയുന്നത് അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈബ്രറിയിലേക്ക് വന്ന് പുസ്തകം ദാനം ചെയ്യുന്നു. വളരെ സന്തോഷം തോന്നി. കുട്ടികൾക്ക് നല്ലൊരു മാതൃകയാകാൻ സാധിച്ചതല്ലോ, വളരെയധികം സന്തോഷം. കല്യാണ ദിവസം പുസ്തകവുമായി എത്തിയ വധൂവരന്മാരെ പൊന്നാട അണിയിച്ചാണ് ലൈബ്രറി ഭാരവാഹികൾ സ്വീകരിച്ചത്. കുടുംബജീവിതത്തോടൊപ്പം ലൈബ്രറി പ്രവർത്തനങ്ങളും കൊണ്ടുപോകാനാണ് ഇരുവരുടെയും തീരുമാനം. സമകാലിക മലയാളം, കൊല്ലം.